അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചു. പിന്നെ സമ്പാദ്യമൊന്നുമില്ല. പിന്നെ വളർത്തണം, ചെലവ് കഴിയണം, പിന്നെ മോനെ പഠിപ്പിക്കണം. മോനെ പഠിക്കണം എന്നുണ്ട്. അപ്പൊ ഞാനായിട്ട് ഇനിയിപ്പോ അത് മുടക്കണ്ടല്ലോ. പിന്നെ കൊണ്ട് കഴിയണ മാതിരി പഠിപ്പിക്ക. ആദ്യം പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞു, പിന്നെ +2-നായി, പിന്നെ ഇനി എങ്ങോട്ടും മുന്നോട്ട്. അപ്പൊ ഞാൻ ഓരോ വീട് ഇങ്ങനെ ഏറിയെടുക്കും. അതല്ലേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. അന്നൊന്നും ഇത്ര ശമ്പളമില്ലല്ലോ, കുറഞ്ഞ വരുമാനത്തിന്. എന്നിട്ട് ചെലവ് കഴിയണം, മോന്റെ പഠിപ്പ് കഴിയണം. പിന്നെ ഫെഡറൽ ബാങ്കിൽ നിന്നല്ലോ പിന്നെ ഇത് കിട്ടി, സ്കോളർഷിപ്പ് കിട്ടി MBA പഠിക്കുമ്പോ. അതുകൊണ്ട് ആ ഫീസ് അങ്ങനെ. ഞാൻ കുറച്ച് ഏറെ വർഷങ്ങളായിട്ട് അമ്മേന്റെ അടുത്ത് ഒരുവിധ നുണയും പറയാറില്ല. മാക്സിമം ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെയാണ് പറയാറ്. എന്റെ 99.99% കാര്യങ്ങളും അമ്മയ്ക്ക് അറിയാം. പക്ഷെ എന്നാലും ഉണ്ടാവുമല്ലോ, നമ്മള് ചെറുപ്പകാലത്തോ അല്ലെങ്കിൽ നമുക്ക് അറിവില്ലാത്ത പ്രായത്തിലൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അങ്ങനെ എന്റെ ഒരു സ്വാർത്ഥതയോണ്ട് പറഞ്ഞൊരു നുണ അത് ഇന്ന് തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു ഫീൽ ഉണ്ട് എനിക്ക്. എന്നോട് തന്നെ ഒരു ദേഷ്യം തോന്നുന്ന ചില സമയങ്ങളിൽ ഒന്നാണത്. അതാണ് ഇപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് പറയണമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോഴുള്ള അമ്മ നല്ല ഭംഗിയുള്ള അമ്മയാണ്. പക്ഷെ ഞാനൊരു 10ലൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മയുടെ രൂപം ഇങ്ങനെ ആയിരുന്നില്ല. എനിക്ക് ഞാൻ 10ൽ പഠിക്കുമ്പം അമ്മയ്ക്ക് 55 വയസ്സുണ്ട്. 40 വയസ്സിലാണ് ഞാൻ ഉണ്ടായത് അമ്മയുടെ. അപ്പം 55 വയസ്സുള്ള ഒരു അമ്മേനേക്കാളും പ്രായം തോന്നുമായിരുന്നു എന്റെ അമ്മേനെ കാണുമ്പോ. നരച്ച മുടി, മെലിഞ്ഞ ശരീരം, ഒട്ടിയുണങ്ങിയ കവിള് കണ്ടു കഴിയുമ്പോ തന്നെ നമുക്കൊരു വല്ലാത്തൊരു രൂപമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തോ അല്ലെങ്കിൽ എന്റെ ബാക്കിയുള്ള എന്നെ അറിയുന്നവരുടെ അടുത്തോ ഇതാണ് എന്റെ അമ്മ എന്ന് തന്നെ പറഞ്ഞ് പരിചയപ്പെടുത്താൻ എനിക്ക് ഭയങ്കര ഒരു അപകർഷതാബോധം ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് സെന്റ് ഓഫ് പാർട്ടിയൊക്കെ നടക്കുമ്പം എല്ലാ അമ്മമാരും വരണമെന്നും പറഞ്ഞു. അവരുടെ കൂടെ ഫോട്ടോ എടുക്കാം. അന്ന് ഇതുപോലെ സ്മാർട്ട് ഫോണോ അങ്ങനെ ഒന്നുമില്ല. എപ്പോഴെങ്കിലും സ്കൂൾ ഫോട്ടോസ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ മാത്രമാണ് നമുക്ക് നല്ലൊരു ഫോട്ടോ കിട്ടുന്നത്. അപ്പം അന്ന് എനിക്ക് എന്റെ കൂട്ടുകാരുടെ മുന്നിലും അവരുടെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര ചെറുപ്പക്കാരാണ്. എല്ലാവരും ടീച്ചേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നവര് അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല പൊസിഷനിലുള്ളവരാണ്. പക്ഷെ എന്റെ അമ്മേനെ അവരുടെ മുന്നില് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്, ഇതാണ് എന്റെ അമ്മ എന്ന് പറയാൻ എന്റെ ഉള്ളിലുണ്ടായിരുന്ന അപകർഷതാബോധം കൊണ്ട് ഞാനൊരു നുണ പറഞ്ഞു. സെന്റ് ഓഫ് പാർട്ടി ഒന്നുമില്ല, ഞങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് വയ്യ, അതുകൊണ്ട് സെന്റ് ഓഫ് പാർട്ടി ഒന്നും നടത്തുന്നില്ല, അമ്മ വരണ്ടെന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു. പകരം ടീച്ചറുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എന്താ അമ്മയ്ക്ക് തീരെ വയ്യ, നടുവാകെ പ്രോബ്ലം ആയിട്ട് കിടപ്പിൽ തന്നെയാണ്. പക്ഷെ അമ്മ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് എണീറ്റ് നടക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഒരു നുണ പറഞ്ഞു. ആ നുണ എന്നെ വല്ലാണ്ട് ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ അന്ന് പറഞ്ഞ ആ ഒരു നുണ കൊണ്ടാണോ അമ്മയ്ക്ക് ഇങ്ങനെ വെയ്യാണ്ടി ആവുന്നത്, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഓരോ സമയത്തും എന്തെങ്കിലും വെയ്യാണ്ടി ആവുമ്പോ എനിക്ക് പേടിയാ. ഞാൻ അന്ന് എന്തിനാണ് അങ്ങനെ നുണ പറഞ്ഞത്? എന്തൊക്കെ പറഞ്ഞാലും 15 വയസ്സുള്ള കുട്ടിയല്ലേ, ആ കുട്ടിക്ക് ബോധം വേണ്ടേ? പക്ഷെ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഞാൻ ഓപ്പണായിട്ട് എല്ലാരും മുന്നിലും അമ്മേനെ കാണിക്കാനുള്ള മടികൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ്. അതെനിക്ക് വല്ലാത്തൊരു വിഷമാണ്. കാരണം അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എല്ലാ ഡോക്ടേഴ്സും ബന്ധുക്കളും പറഞ്ഞു, ഈ പ്രായത്തിലൊരു ഡെലിവറി ബുദ്ധിമുട്ടാണ്, കുഞ്ഞിനെ ഒഴിവാക്കാന്ന് പറഞ്ഞു. പക്ഷെ അമ്മ എന്താ പറഞ്ഞത്? അമ്മ മരിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ വരണം, ഞാൻ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം. അതായത് എന്റെ അമ്മയ്ക്ക് പ്രായമായതും ബുദ്ധിമുട്ടായതും ഇങ്ങനെ വെയ്യാണ്ടായതൊക്കെ എനിക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് മറന്നിട്ട് ഞാൻ അന്ന് അത് പറഞ്ഞത് എനിക്ക് വല്ലാണ്ട് വിഷമായി. ഈ മിനിറ്റും ഞാൻ അതിനെ കുറിച്ച് സങ്കടപ്പെടുന്നുണ്ട്. അത് അമ്മയ്ക്ക് അറിയില്ല. സോറി അമ്മ. നിനക്കും നിലാവിൽ കുളിക്കും ഉഴയ്ക്കുമീ അമ്മയായി തീർന്നതൻ പുണ്യം. തണുപ്പിൻ തലോടലും താരാട്ടുപാട്ടുമായി വിളിക്കുവാനാണെന്റെ ജന്മം. ഇത്രയും നാളത്തെ ആ ഒരു ഒളിച്ചുവെക്കൽ
അത് അമ്മയോട് ഏറ്റു പറഞ്ഞു. അമ്മയ്ക്ക് വന്ന വിഷമം മോൻ അത് പറഞ്ഞ നിമിഷം മുതൽ അമ്മ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിരിക്കാനുള്ള ശക്തി എനിക്കുമില്ല. മോൻ ഏറ്റു പറഞ്ഞു, അമ്മേ, മോന്റെ ഏറ്റവും വലിയൊരു രഹസ്യം അവൻ ഒളിപ്പിച്ചു വെച്ച, അവൻ ആ സമയത്ത് ചിന്തിച്ചൊരു കാര്യം. അമ്മയ്ക്കത് കേട്ടിട്ട് എന്താ ബാലുവിനോട് പറയാൻ തോന്നുന്നു? കോട്ടപ്പടി ബോയ്സിലായിരുന്നു പഠിച്ചത്. അപ്പൊ അവിടെ സ്കൂളിൽ ആനിവേഴ്സറി ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇവന്റെ വക കുറെ ഡാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് കാണാനുള്ള കൊതിയുണ്ട്. ഞാൻ പണിയെടുക്കണോടത്ത് നിന്ന് മോന്റെ സ്കൂളിലൊന്ന് പോണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നേരെ സ്കൂളിൽ വന്നു. 2 മണി സമയത്ത് ഞാൻ ചെന്നപ്പോ ഞാൻ ഗേറ്റിന്റെ അവിടുന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഇതേമാതിരി ഒന്നല്ല, പറ്റ മെലിഞ്ഞിട്ടാണ് ആകെ അപ്പൊ എന്നോട് ഇവനെ അടുത്തുനിന്ന് വന്ന് പറഞ്ഞു, ഇതാണ് കാരണം എനിക്കറിയില്ലല്ലോ. അമ്മ പോയിക്കോളൂ, അമ്മേ, കുട്ടികള് സ്കൂളിലേക്ക് അങ്ങോട്ട് വരണ്ട, അമ്മ പോയിക്കോളൂ, വീട്ടിലേക്ക് പോയിക്കോളൂ പറഞ്ഞു. ഇതുകൊണ്ടാവും എനിക്കറിയില്ല. കരയണ്ട അമ്മ, കരയാതിരിക്കൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമാവും. കൊതിക്ക് വന്ന ബാലു, അമ്മ, ഞാനൊരു നോർമൽ മിഡിൽ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. വലിയ സ്കൂളിലാണ് പഠിച്ചത്. എന്റെ അമ്മയ്ക്ക് വലിയ പഠിപ്പും വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 5ാം ക്ലാസ് വരെ പോയി. എന്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നില്ല. എനിക്കും ബാലുവും തോന്നിയ ഇതേ ഫീലിംഗ് എനിക്കും സ്കൂളിലുണ്ടായിരുന്നു. എനിക്കും ഇതുപോലത്തെ തന്നെ. എന്റെ അച്ഛനും എന്റെ 7 വയസ്സിൽ മരിച്ചത്. എനിക്കും മനസ്സിലാവും. അവനെ മാപ്പാക്കുക. അല്ല, അത് എല്ലാവർക്കും ഉണ്ടാവും. ക്ലാസ്സിൽ ചെല്ലുമ്പോ എല്ലാ കുട്ടികളും നന്നായി എന്നെ കണ്ടാല് ഇപ്പഴും ഞാനിങ്ങനെ തടിച്ചതാണ്. ഇപ്പൊ പ്രായമായപ്പോ മെലിഞ്ഞിട്ടിരുന്നു. അപ്പൊ കാണുമ്പോ എല്ലാവർക്കും അപ്പൊ എന്നോട് അമ്മ ഡാൻസ് ഒന്നും തുടങ്ങിയിട്ടില്ല, അമ്മ വീട്ടിലേക്ക് പോയിക്കോളൂ, വരണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഗേറ്റ് വരെ പോയിട്ട് ഞാൻ വീട്ടിൽ തന്നെ മടങ്ങി. വെളിക്കണ്ണാമ്പോടുറങ്ങു നീ അമ്പാടിക്കണ്ണ.